എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്ലാന്റ് കിങ്ഡം എന്ന് പറയുന്ന സെക്കൻഡ് ചാപ്റ്ററിൻ്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാം. പ്ലാന്റ് കിങ്ഡം നമുക്ക് അറിയാം, പ്ലാന്റ്സ് അല്ലേ, പ്ലാന്റ്സിൻ്റെ മാത്രം ഉള്ള ഒരു രാജ്യം അല്ലേ, അല്ലെങ്കിൽ പ്ലാന്റ്സിനെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കാര്യങ്ങളാണ് പ്ലാന്റ് കിങ്ഡത്തിൽ വരുന്നത്. ഒരു ബോട്ടണി അല്ലേ, നമ്മുടെ ബോട്ടണി സബ്ജക്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം കൂടിയാണിത് അല്ലേ. ബോട്ടണി എന്ന് പറയുന്നത് പ്ലാന്റ് സയൻസ് ആണ്. അപ്പോൾ തീർച്ചയായും നമ്മൾ പ്ലാന്റ്സിനെ കുറിച്ച് കൂടുതലായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ വിറ്റാക്കറിൻ്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ഇത് ഫോർത്ത് കിങ്ഡം ആണ്, പ്ലാന്റ് കിങ്ഡം. പ്ലാന്റ് കിങ്ഡത്തിനെ നമ്മൾ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയായിട്ട്? ആൽഗെ, ബ്രയോഫൈറ്റ്സ്, ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ് ആൻഡ് ആൻജിയോസ്പേംസ്. ഇങ്ങനെ 5 ഡിവിഷൻസ് ആയിട്ട് വീണ്ടും പ്ലാന്റ് കിങ്ഡത്തിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ വാട്ട് പർപ്പസ്? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഫോർ ഈസി ഐഡൻറ്റിഫിക്കേഷൻ അല്ലേ. ഈസി ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമുക്ക് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ ആൽഗയെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. ആൽഗെ. ഓക്കെ, ആൽഗെ നമുക്കറിയാം എന്താ, പ്ലാന്റ് കിങ്ഡം അല്ലെങ്കിൽ പ്ലാന്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് തെങ്ങും മാവും ഒക്കെയാണ് ഓർമ്മ വരുന്നത് അല്ലേ, ഒരു പ്ലാന്റ് എന്ന് പറയുമ്പോൾ. അപ്പം അതുപോലെയാണോ എല്ലാ പ്ലാന്റ്സും? അല്ല അല്ലേ. ആ പ്ലാന്റ്സിനെ അതിൻ്റെ രൂപങ്ങളുടെയും സാമ്യങ്ങളുടെയും വ്യത്യാസങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓരോ ഗ്രൂപ്പാക്കി തിരിച്ചിട്ടുള്ളത് അല്ലേ. അപ്പം അതിൽ വരുന്ന ഏറ്റവും പ്രിമിറ്റീവ് ഗ്രൂപ്പാണ് ആൽഗെ എന്ന് പറയുന്നത്, ഫസ്റ്റ് ഗ്രൂപ്പ്. അപ്പോൾ അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ അല്ലേ, നമ്മൾ കാണുന്ന പ്ലാന്റ്സിന് പോലെയുള്ള സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും ആയിരിക്കില്ല ആൽഗയ്ക്ക്. ആൽഗെ എന്ന് പറയുന്നത് പ്രിമിറ്റീവാണ്. പ്രിമിറ്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സാധാരണ അല്ലേ ചെറിയ ചെറിയ ഫീച്ചേഴ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് ഒന്നും തന്നെ അതിൽ കാണാൻ സാധിക്കില്ല. അപ്പം നമുക്ക് നോക്കാം ആൽഗെ. ജനറൽ ഫീച്ചേഴ്സ്: ആൽഗെ ആർ ക്ലോറോഫിൽ bearing thalloid autotrophic organisms. As we know, all plants are autotrophs. Autotrophs means they can synthesize their own food. So algae is also autotrophic organisms because it bears chlorophyll pigments and its body is a thalloid structure. Thalloid ആയിട്ടുള്ള chlorophyll bearing autotrophic organisms ആണ് ഇത് algae. They are largely aquatic. Aquatic means they live in water or they can see in water. Then what type of water? Both fresh water and marine. Marine waterലും fresh waterലും കാണുന്ന organism ആണ് ഏത്? alga. Then some occur on moist soil, stones and woods, and some of them also occur in association with fungi and animals. Some of the algae occurs on moist soil. It means moist soil, stones and woods. It means what? Yes, it requires water for the survival. So algae നമുക്ക് ഏതിലാണ് കാണുന്നത്? മെയിനായിട്ട് കാണുന്നത് ഫ്രഷ് വാട്ടറിലും മെറൈൻ വാട്ടറിലും ആണ്. ഇവിടെ പിന്നെ വേറെ കാണുന്നതോ മോയിസ്റ്റ് സോയിൽ അല്ലേ, ഒരു നനവുള്ള സോയിലും സ്റ്റോൺസിലും വുഡ്സിലും ഒക്കെ എന്ത് കാണുന്നുണ്ട്? ആൽഗെ കാണുന്നുണ്ട്. ആൻഡ് സം ഓഫ് ദം ഓൾസോ ഒക്കർ ഇൻ അസോസിയേഷൻ വിത്ത് ഫഞ്ചൈ. നമ്മൾ ഓൾറെഡി സ്റ്റഡീഡ് അല്ലേ, ലൈക്കൺ എന്ന് പറയുന്ന സാധനം. ലൈക്കൺ എന്ന് വെച്ചാൽ എന്താണ്? അസോസിയേഷൻ ഓഫ് ആൽഗെ ആൻഡ് ഫഞ്ചൈ. അപ്പോൾ ആൽഗേനെ നമുക്ക് എവിടെയും കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ് ക്യാൻ ബി സീൻ ഇൻ അസോസിയേഷൻ വിത്ത് ഫഞ്ചൈ ആൻഡ് ആനിമൽസ് ഓൾസോ. ആനിമലിന് എക്സാമ്പിൾ ആണ് പറയുന്നത് സ്ലോത്ത് ബെയർ. സ്ലോത്ത് ബെയറിൽ എന്ത് കാണുന്നുണ്ട്? ആൽഗയെ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ ദർ സൈസ് റേഞ്ചസ് ഫ്രം. അതിൻ്റെ സൈസ് നമുക്ക് നോക്കാം. സൈസ് എല്ലാം ഒരേപോലെയാണോ കാണുന്നത്? അല്ല. എന്താണ്? മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ഫോം കാണുന്നുണ്ട്. ഇത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള ആൽഗയാണിത്. അതിന് എക്സാമ്പിളാണ് ക്ലമൈഡോമോണാസ്. അപ്പോൾ ക്ലമൈഡോമോണാസ് എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആൽഗെ. അപ്പം യൂണിസെല്ലുലാർ ഫോംസ് മാത്രമാണോ ആൽഗയിൽ കാണുന്നത്? അല്ല. മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ഫോം ടു കൊളോണിയൽ ഫോംസ് കാണുന്നുണ്ട്, അതായത് കോളനീസ് ആയിട്ട്. അതിന് എക്സാമ്പിളാണ് വാൾവോക്സ്. ഇവിടെ എന്താണ്? ചെറിയ ചെറിയ സ്മോൾ വാൾവോക്സ് കൂട്ടം കൂടി നിന്നിട്ട് എന്താവുന്നുണ്ട്? കോളനി. അതിന് ചുറ്റും ഒരു ജെലാറ്റിനസ്
ഷീത്ത് ഉണ്ടാവും. അപ്പം അങ്ങനെ അവരൊരു കോളനി ആയിട്ട് കാണുന്നുണ്ട്. അതാണ് എക്സാമ്പിൾ വോൾവാക്സ്. പിന്നെ എന്ത് കാണാം? ഫിലമെൻറ്റസ് ഫോം, ഫിലമെൻറ്റ്സ് ആയിട്ട് കാണാം അല്ലേ? നമ്മൾ ഫംഗസ് ഫിലമെൻറ്റസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഫിലമെൻറ്റസ് ആയിട്ടും ഏത് കാണാം? ആൽഗെ കാണാം. എക്സാമ്പിൾ യൂളോത്രിക്സ്, സ്പൈറോഗൈറ എക്സെട്ര. ദെൻ വേറെന്ത് തരത്തിലും കാണാം? ആസ് എ പ്ലാൻ ബോഡി, ഒരു വലിയൊരു സാധാരണ ഒരു പ്ലാൻ ബോഡി പോലെ കാണാം. അതിന് എക്സാമ്പിളാണ് കെൽപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ പ്ലാൻ ബോഡി പോലെ കാണാം, ഫിലമെൻറ്റസ് ഫോംസിൽ കാണാം, കൊളോണിയൽ ഫോംസിൽ കാണാം, അതേപോലെ തന്നെ മൈക്രോസ്കോപ്പിക് യൂണിസെല്ലുലാർ ഫോംസിലും എന്ത് കാണാൻ പറ്റും? ആൽഗയെ കാണാൻ സാധിക്കും. ദെൻ അതിൻ്റെ റിപ്രൊഡക്ഷൻ, വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ആൽഗയിൽ നമുക്ക് 3 തരത്തിലുള്ള റിപ്രൊഡക്ഷനും കാണുന്നുണ്ട്. ഫസ്റ്റ് വൺ, വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. ഫ്രാഗ്മെൻറ്റേഷൻ മീൻസ് the plant body divides into fragments. Okay, fragments ആയിട്ട് small parts ആയിട്ട് മാറും. എന്നിട്ട് each part develops into new organism, പുതിയ ഓർഗാനിസം ആയിട്ട് മാറും. അങ്ങനെ ഫ്രാഗ്മെന്റ്സ് ആയി മാറുന്ന തരത്തിലുള്ള റിപ്രൊഡക്ഷനെയാണ് ഫ്രാഗ്മെന്റേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ വെജിറ്റേറ്റീവ് ടൈപ്പ് ഓഫ് റിപ്രൊഡക്ഷൻ. ദെൻ asexual reproduction takes place during favorable conditions by formation of zoospores or aplanospores. Zoospores means motile spores. They have flagella. Then aplanospores എന്ന് വെച്ചാൽ നോൺ മോട്ടൈൽ, സഞ്ചരിക്കാത്തത് നോൺ മോട്ടൈലും സഞ്ചരിക്കുന്നത് മോട്ടൈലും അല്ലേ? അപ്പോൾ മോട്ടൈലിന് എക്സാമ്പിൾ സൂസ്പോസും നോൺ മോട്ടൈലിന് അപ്ലാനോസ്പോസും. അപ്പോൾ അസെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നത് ഇത്തരത്തിലുള്ള സ്പോസിൻ്റെ പ്രൊഡക്ഷൻ കൊണ്ടാണ്. Then sexual reproduction may be isogamous, anisogamous or oogamous. Isogamous means എന്താണ്? Fusion of similar type of gametes is known as isogamous and both are motile in nature. Then anisogamous means different തരത്തിലുള്ള gametes, motile ആയിട്ടുള്ള gametesന്റെ ഫ്യൂഷനാണ് അനൈസോഗാമസ് എന്ന് പറയുന്നത്. ഊഗാമസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മോട്ടൈലായിരിക്കും, മറ്റൊന്ന് നോൺ മോട്ടൈലായിരിക്കും. അതേപോലെ തന്നെ ഒന്ന് ലാർജ് ആയിരിക്കും, ഒന്ന് സ്മോൾ ഗമേറ്റ്സ് ആയിരിക്കും കാണുക. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ആ ഒരു ആൽഗയുടെ ജനറൽ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാനുള്ളത്. ആൽഗയെ കാണുന്നത് മെയിൻലി ഇൻ വാട്ടർ. ദെൻ ദേ ക്യാൻ ബി സീൻ ആസ് unicellular forms, colonial forms, filamentous forms and as plants. Then reproduction is of 3 types: vegetative reproduction, asexual reproduction and sexual reproduction. Okay, ഇനി നമുക്ക് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഈ ആൽഗേനെ കൊണ്ട് എന്തെങ്കിലും ഉപയോഗമുണ്ടോ അല്ലേ? അല്ലെങ്കിൽ നമുക്ക് ഈ വലിയ വലിയ പ്ലാന്റ്സ് മാത്രമേ ഉപയോഗത്തിൽ വരുള്ളൂ, അല്ലെങ്കിൽ ഈ ചെറിയ ആൽഗയ്ക്ക് എന്തെങ്കിലും ഉപയോഗങ്ങളുണ്ടോ എന്ന് നോക്കാം. ഒന്ന്, അറ്റ്ലീസ്റ്റ് ഹാഫ് ഓഫ് ദ ടോട്ടൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ on earth is carried out by algae through photosynthesis and thus they increase dissolved oxygen in water. അതായത് നമുക്കറിയാം all plants are photosynthetic അല്ലേ? ഫോട്ടോസിന്തസിസ് നടത്തുന്നതാണ് പ്ലാന്റ്. ഫോട്ടോസിന്തസിസിൽ എന്താണ് ചെയ്യുന്നത്? കാർബൺ ഡൈ ഓക്സൈഡിന് അല്ലേ, നമ്മുടെ അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത് പ്ലാന്റ്സ് അല്ലേ? പ്ലാന്റ്സ് അങ്ങനെ ഫിക്സ് ചെയ്തിട്ടാണ് അവർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതേപോലെ തന്നെ ആഫ്റ്റർ ഫോട്ടോസിന്തസിസ് ദേ എന്ത് ചെയ്യുന്നുണ്ട്? ഓക്സിജനെ പുറത്തേക്ക് വിടുന്നുമുണ്ട് അല്ലേ? അപ്പോൾ നമ്മുടെ അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ആ ഒരു അളവ് ക്രമീകരിക്കുന്നതിൽ പ്ലാന്റ്സ് വളരെയധികം പങ്കുവഹിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ അതിൽ പറയുകയാണെങ്കിൽ ഇതിൻ്റെ ആൽഗയാണ് ഹാഫ് ഓഫ് ദ കാർബൺ ഡൈ ഓക്സൈഡും ഫിക്സ് ചെയ്യുന്നത്. ഓക്കെ, പ്ലാന്റ്സിൽ തന്നെ ആൽഗയാണ് മെജോറിറ്റി ഓഫ് കാർബൺ ഡൈ ഓക്സൈഡിനെ ഫിക്സ് ചെയ്യുന്നതും. അതേപോലെ തന്നെ വാട്ടർ ഓർഗാനിസംസ് ആയതുകൊണ്ട് തന്നെ വാട്ടറിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യിക്കാനും ആര് സഹായിക്കുന്നുണ്ട്? ആൽഗെ സഹായിക്കുന്നുണ്ട്. പിന്നെയോ മെനി സ്പീഷീസ് ഓഫ് പോർഫൈറ, ലാമിനാരിയ ആൻഡ് സർഗാസം ഓഫ് മറൈൻ ആൽഗെ യൂസ്ഡ് ആസ് ഫുഡ്. പിന്നെന്താണ്? അങ്ങനെ അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡൈ ഓക്സൈഡ് ഓക്സിജൻ ബാലൻസ്
ബാലൻസിങ്ങിന് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ മറൈൻ ആൽഗയായ പോർഫൈറ, ലാമിനാരിയ, സർഗാസം പോലെയുള്ളവയുടെ സ്പീഷീസ് എന്തായിട്ട് ഉപയോഗിക്കുന്നുണ്ട്? യൂസ്ഡ് ആസ് food. Then a number of hydrocolloids such as algin obtained from brown algae and carrageen from red algae are used commercially. They are used commercially like jellies അല്ലേ ഐസ്ക്രീമിലുള്ള ആ ഒരു കണ്ടൻറ്റ്. അപ്പം അങ്ങനെയുള്ള കണ്ടൻറ്റ്സ് ആയിട്ട് കൊമേഴ്ഷ്യലായിട്ട് എന്തുപയോഗിക്കുന്നുണ്ട്? ആൽഗയിൽ നിന്ന് കിട്ടുന്ന എക്സ്ട്രാക്ട്സ് ഉപയോഗിക്കുന്നുണ്ട്. പിന്നെയോ agar-agar is obtained from Gelidium and Gracilaria is used to grow microbes and preparation of ice creams and jellies. ഐസ്ക്രീംസും ജെല്ലീസും ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വേറൊരു സബ്സ്റ്റൻസ് ആണ് അഗാർ എന്ന് പറയുന്നത്. അത് ഒരു സെമി സോളിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ആണ്. അപ്പോൾ അത് ഏതിനും കൂടി ഉപയോഗിക്കുന്നുണ്ട്? മൈക്രോബ്സിനെ ഗ്രോ ചെയ്യാൻ അല്ലേ. നമ്മളിപ്പോൾ ലാബിലും കാര്യങ്ങളിലും ഒക്കെ മൈക്രോബിയൽ കൾച്ചറിന് വേണ്ടിയിട്ടും എന്തുപയോഗിക്കുന്നുണ്ട്? അഗാർ ഉപയോഗിക്കുന്നുണ്ട്. ദേ obtained from Gelidium and Gracilaria. പിന്നെയോ Chlorella and Spirulina are unicellular algae rich in proteins and are used as food supplements even by space travelers. വേറെ എന്താണ്? ഫുഡായിട്ട് നമ്മൾ കുറേ ആൽഗ ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ചില സ്പീഷീസ് ഓഫ് ആൽഗയിൽ എന്താണ് പ്രോട്ടീൻസിൻ്റെ കണ്ടൻറ്റ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രോട്ടീനിനെ കിട്ടാൻ വേണ്ടി നമ്മൾ ഈ പാലും മുട്ടയും അങ്ങനെ ഒരു ലാർജ് എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കുന്നതിന് പകരം കുറച്ച് ഈ ആൽഗകളിൽ സ്മോൾ യൂണിസെല്ലുലാർ അല്ലേ, അപ്പോൾ അങ്ങനെയുള്ള ആൽഗകളിൽ ഫുൾ പ്രോട്ടീൻ ഉള്ളത് കൊണ്ട് തന്നെ അതിനെ നമുക്ക് ഈസി ആയിട്ട് അല്ലേ അത് കുറച്ച് കഴിച്ചാൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? പ്രോട്ടീൻസ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിനെ ടാബ്ലറ്റ്സ് ആയിട്ടും ഫുഡ് ഐറ്റംസ് ഒക്കെ ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും. പിന്നെ അതേപോലെ തന്നെ സ്പേസ് ട്രാവലേഴ്സ് അല്ലേ, ശൂന്യാകാശത്തൊക്കെ പോകുന്നവർക്ക് വലിയ ഫുഡൊന്നും ബാഗ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഐറ്റംസ് എന്തിന് കൊണ്ടുപോകുന്നു? ഫുഡായിട്ട് കൊണ്ടുപോകുന്നു. ദേ ആർ റിച്ച് ഇൻ പ്രോട്ടീൻസ്. അപ്പോൾ ഇത്രയാണ് ആൽഗയുടെ ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നത്. അപ്പോൾ അത് എല്ലാം ഇമ്പോർട്ടൻ്റ് തന്നെയാണ്, എല്ലാം പരീക്ഷയ്ക്ക് ചോദിക്കുന്നതുമാണ്. അപ്പം നല്ല രീതിയിൽ തന്നെ പഠിക്കുക. ഇനിയോ ക്ലാസിഫിക്കേഷൻ ഓഫ് ആൽഗെ. ആൽഗയും എന്ത് ചെയ്തിട്ടുണ്ട്? ആൽഗെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അത് ഒരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് പിഗ്മെന്റ്സ് ആൻഡ് ദ നേച്ചർ ഓഫ് റിസർവ് ഫുഡ് ആൽഗെ ആർ ഡിവൈഡഡ് ഇൻ ടു 3 classes. പിഗ്മെന്റ്സിനനുസരിച്ചിട്ടും ഹൗ ദേ റിസർവ് ഫുഡ് അല്ലെങ്കിൽ ഇൻ വാട്ട് ഫോം ദേ റിസർവ് ഫുഡ് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? 3 classes ആയി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ക്ലോറോഫൈസിയെ, 2 ഫയോഫൈസിയെ, 3 റോഡോഫൈസിയെ. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. ഓക്കെ, ഫസ്റ്റ് വൺ ക്ലോറോഫൈസിയെ. ക്ലോറോഫൈസിയെ. ക്ലോറോഫൈസിയയുടെ മെയിൻ ഫീച്ചേഴ്സ്: മെമ്പേഴ്സ് ആർ കോമൺലി കോൾഡ് ഗ്രീൻ ആൽഗെ അല്ലേ. ഗ്രീൻ കളർ നമ്മൾ കണ്ടു, ഇപ്പം പടം കണ്ടു. അപ്പോൾ എന്താണ്? ഗ്രീൻ ആണ്. അതേപോലെ തന്നെ നമ്മൾ പേരിലും അല്ലേ, പേരിലും ക്ലോറോഫിൽ വരുന്ന രീതിയിൽ ക്ലോറോഫൈസിയെ എന്നാണ് ഇതിൻ്റെ പേര്. അതിന് കോമൺലി കോൾഡ് ഗ്രീൻ ആൽഗെ ബിക്കോസ് ഓഫ് ഇറ്റ്സ് കളർ. ഒക്കെ ബോത്ത് ഇൻ മൊറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ. മറൈൻ വാട്ടറിലും കാണുന്നുണ്ട്, ഫ്രഷ് വാട്ടറിലും കാണുന്നുണ്ട്. ദെൻ യൂഷ്വലി അപ്പിയർ ഗ്രാസ് ഗ്രീൻ ഡ്യൂ ടു ക്ലോറോഫിൽ എ ആൻഡ് ബി. ഓൾസോ പൊസസ് സാന്തോഫിൽ. ഇത് പിഗ്മെന്റ്സ് ഏതൊക്കെയാണ്? ക്ലോറോഫിൽ എ, ബി ആൻഡ് സാന്തോഫിൽ ആണുള്ളത്. കൂടുതലായി കാണുന്നത് എയും ബി ആയതുകൊണ്ട് തന്നെ ദേ അപ്പിയർ ഇൻ ഗ്രാസ് ഗ്രീൻ കളർ. ദെൻ ക്ലോറോപ്ലാസ്റ്റ് മേ ബി ഡിസ്കോയിഡ്. വാട്ട് ഈസ് ക്ലോറോപ്ലാസ്റ്റ്? The chlorophyll bearing structure is known as chloroplast. Chloroplast may be discoid. It may be disc shape or plate-like shape or reticulate, cup-shaped, spiral or ribbon-shaped in different species. ക്ലോറോഫൈസിയയിലെ മെമ്പേഴ്സിൻ്റെ പ്രത്യേകതയാണ് അതിൻ്റെ ക്ലോറോപ്ലാസ്റ്റ് ഒന്നുകിൽ ഡിസ്ക് ഷേപ്പിൽ അല്ലെങ്കിൽ പ്ലേറ്റ് ഷേപ്പിൽ, റെറ്റിക്കുലേറ്റ്, കപ്പ് ഷേപ്ഡ്, സ്പൈറൽ ഓർ റിബൺ ഷേപ്പിലൊക്കെ കാണും. അപ്പോൾ ശരിക്കും ഈ ക്ലോറോഫൈസിയയിലെ മെമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് തന്നെ എന്താണ്? ഈ ക്ലോറോപ്ലാസ്റ്റിൻ്റെ സ്ട്രക്ചർ അനുസരിച്ചിട്ടാണ്. ക്ലോറോപ്ലാസ്റ്റിൻ്റെ ഷേപ്പ് അനുസരിച്ചിട്ട് തന്നെ നമുക്ക് ഏതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും? ക്ലോറോഫൈസിയ മെമ്പേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. Then, the chloroplast of most of the green algae have one or more food storage bodies called pyrenoids. ഈ ക്ലോറോപ്ലാസ്റ്റിൽ തന്നെ എന്ത് കാണുന്നുണ്ട്? ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ബോഡീസും കാണുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? പൈറിനോയിഡ്സ്, which contain protein
ബിസൈഡ് സ്റ്റാർച്ച്, എന്ത് രൂപത്തിലാണ് ക്ലോറോഫൈസിയ മെമ്പേഴ്സ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്? ആസ് സ്റ്റാർച്ച് അല്ലേ, സ്റ്റാർച്ച് ആയിട്ടാണ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത്. സ്റ്റാർച്ചിനെ കൂടാതെ എന്തും കാണുന്നുണ്ട്? പ്രോട്ടീൻസ് കാണുന്നുണ്ട്. സം മേ സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് ഓയിൽ ഡ്രോപ്ലെറ്റ്സ്, ഓയിൽസ് ഡ്രോപ്ലെറ്റ്സ് ആയിട്ടും കാണുന്നുണ്ട്. മെയിൻ റിസർവ് ഫുഡ് ഏതാണ്? സ്റ്റാർച്ചാണ്. ഓക്കെ, ദെൻ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ ഒക്കേഴ്സ് ബൈ ഫ്രാഗ്മെൻറ്റേഷൻ. നമ്മൾ എല്ലാ ആൽഗയിലും കോമൺ ആയിട്ടുള്ള ഒരു വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷനാണ് ഫ്രാഗ്മെൻറ്റേഷൻ. പിന്നെ അസെക്ഷുവൽ റിപ്രൊഡക്ഷൻ ബൈ സൂസ്പോസ് ഓൺലി സൂസ്പോസ് ക്യാൻ ബി സീൻ ഇൻ ക്ലോറോഫൈസിയെ. ദെൻ സെക്ഷുവൽ റിപ്രൊഡക്ഷൻ മേ ബി ഐസോഗാമസ്, അനീസോഗാമസ് ആൻഡ് ഊഗാമസ്. ഊഗാമസ് ആൻഡ് അഡ്വാൻസ്ഡ് ടൈപ്പ് ഓഫ് സെക്ഷുവൽ റിപ്രൊഡക്ഷൻ, അതും ഏതിൽ കാണുന്നുണ്ട്? നമ്മുടെ ആൽഗയിൽ കാണാൻ സാധിക്കുന്നുണ്ട്, ക്ലോറോഫൈസിയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇതിന് എക്സാമ്പിൾസ് ആണ് ക്ലമിഡോമോണാസ്. ക്ലമിഡോമോണാസ് ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലേ, കണ്ടു. വോൾവോക്സ്, സ്പൈറോഗൈറ, കാര പോലെയുള്ളതാണ് ഇതിന് എക്സാമ്പിൾസ്. ഓക്കെ, അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം വൺ വേർഡായിട്ട് ക്ലോറോഫൈസിയെ, അതിന് എക്സാമ്പിൾ എന്താണ്? ക്ലമിഡോമോണാസ്, വോൾവോക്സ്, സ്പൈറോഗൈറ, കാര, അങ്ങനെ ചോദിക്കാം. മാച്ച് ദ ഫോളോയിങ്, ആ ഒരു ഇതിലൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പം എക്സാമ്പിൾസ് തീർച്ചയായിട്ടും പഠിക്കണം. രണ്ടാമത്തെ ഗ്രൂപ്പാണ് ഫയോഫൈസിയെ ഓർ ഫിയോഫൈസിയെ. കോമൺ ഫീച്ചേഴ്സ്, മെമ്പേഴ്സ് ആർ കോമൺലി കോൾഡ് ബ്രൗൺ ആൽഗെ. എന്താണ് പറയുന്നത്? ബ്രൗൺ ആൽഗെ. കാരണം എന്തായിരിക്കും? അതിൻ്റെ കളറ് ബ്രൗൺ ആണ് അല്ലേ, നമ്മൾ പടത്തിൽ കണ്ടു ബ്രൗൺ കളറുള്ള ആൽഗയാണ്. സോ ദേ ആർ നോൺ ആസ് ബ്രൗൺ ആൽഗെ. ദെൻ ദേ ആർ ഫൗണ്ട് ഇൻ മറൈൻ ഹാബിറ്റാറ്റ്സ്. ക്ലോറോഫൈസിയെ ക്യാൻ ബി സീൻ ഇൻ ഫ്രഷ് വാട്ടർ ആൻഡ് മറൈൻ, but Phaeophyceae seen in marine habitats. Then they range from simple branched filamentous forms to profusely branched form, which may reach a height of 100 meters. 100 മീറ്റർ ഉയരം വരെയുള്ള ആൽഗെ വരെ ഉണ്ടാവുന്നുണ്ട്. ഏതിൽ? ഫയോഫൈസിയയിൽ. എല്ലാം കടലിലാണ് കാണുന്നത് അല്ലേ, മറൈനാണ്. ദെൻ അപ്പം the plant body attached to the substratum by a hold fast and has a stalk called stipe and like leaf-like photosynthetic organs called fronds. അപ്പോൾ ഈ പ്ലാന്റ് ബോഡി എന്ന് പറയുന്നത് എങ്ങനെയാണ് കാണുന്നത്? നമ്മുടെ ആൻജിയോസ്പേം പ്ലാന്റിനെ പോലെ തന്നെ റൂട്ട്സ് ഇല്ല, റൂട്ട്സിന് പകരം കാണുന്ന സ്ട്രക്ചറാണ് ഹോൾഡ് ഫാസ്റ്റ്. ഹോൾഡ് ഫാസ്റ്റ് എന്തിനു വേണ്ടിയിട്ടാണ്? ഇത് എവിടെയാണോ അറ്റാച്ച് ചെയ്ത് നിൽക്കുന്നത് അവിടെ ഹോൾഡ് അല്ലേ, അവിടെ നല്ല രീതിയിൽ ഹോൾഡ് ചെയ്ത് നിൽക്കാൻ വേണ്ടി റൂട്ട്സിനെ പോലെ ഫങ്ഷൻ ആസ് റൂട്ട്സ് ആണ്, റൂട്ട്സിനെ പോലെ നിൽക്കുന്ന സ്ട്രക്ചറാണ് ഹോൾഡ് ഫാസ്റ്റ്. അതേപോലെ നമ്മുടെ സ്റ്റെമ്മിനെ പോലെയുള്ള സ്ട്രക്ചറാണ് സ്റ്റൈപ്പ്. ദെൻ ലീഫ് ലൈക്ക് സ്ട്രക്ചർ നോൺ ആസ് ഫ്രോൺസ്. ഓക്കെ, ഇനി ദേ പൊസസ് പിഗ്മെന്റ്സ് ക്ലോറോഫിൽ എ ആൻഡ് സി, കരോട്ടിൻ ആൻഡ് സാന്തോഫിൽ. ഫ്യൂക്കോസാന്തിൻ എന്ന് പറയുന്ന ഒരു പിഗ്മെന്റ് ആണ് ഇതിൽ കൂടുതൽ കാണുന്നത്. ക്ലോറോഫിൽസും കാണുന്നുണ്ട്. അപ്പോൾ ആ ഫ്യൂക്കോസാന്തിൻ കാണുന്നത് കൊണ്ട് തന്നെയാണ് ഇത് ബ്രൗൺ ഇൻ കളറായത്. ഓക്കെ, then food is stored as complex carbohydrates like laminarin and mannitol. Laminarin, mannitol എന്ന് പറയുന്ന ഫുഡായിട്ടാണ് നമ്മൾ ഫയോഫൈസിയയിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പിന്നെ വെജിറ്റേറ്റീവ് റിപ്രൊഡക്ഷൻ occurs by fragmentation. Then asexual reproduction by zoospores. zoospores വഴി തന്നെയാണ്, പക്ഷേ അതിൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് പൈറിഫോം ആണ്. പൈറിഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ പെയർ ഷേപ്ഡ് ഫോമിലാണ് കാണുന്നത്. പിന്നെ സെക്ഷൽ റീപ്രൊഡക്ഷൻ maybe isogamous, anisogamous and oogamous. Okay, എക്സാമ്പിൾ ഏതൊക്കെയാണ്? എക്ടോകാർപ്പസ്, ഡിക്റ്റിയോട്ട, ലാമിനാരിയ, സർഗാസം, ഫ്യൂക്കസ്. അപ്പോൾ ഇനി തേർഡ് ഗ്രൂപ്പ് റോഡോഫൈസിയെ. റോഡോഫൈസിയെ കാണുന്നുണ്ടല്ലേ ആൽഗെ, എന്നെ കണ്ട രണ്ട് ആൽഗെ പോലെയുള്ള വ്യത്യാസമുണ്ട്. റോഡോഫൈസിയൻ്റെ കോമൺ ഫീച്ചേഴ്സ്, മെമ്പേഴ്സ് ആർ കോമൺലി കോൾഡ് റെഡ് ആൽഗെ അല്ലേ, റെഡ് കളർ ആയതുകൊണ്ട് തന്നെ അതിന് റെഡ് ആൽഗെ എന്നാണ് പറയുന്നത്. ഫൗണ്ട് ഇൻ മറൈൻ വാട്ടർ അല്ലേ. അപ്പോൾ ആദ്യത്തേത് മാത്രമേ നമ്മൾ ഫ്രഷ് വാട്ടറിലും മറൈൻ വാട്ടറിലും കണ്ടിട്ടുള്ളൂ, ബാക്കി രണ്ടും മറൈൻ വാട്ടറിലാണ് കാണുന്നത്. പിന്നെ ഇത് ബ്രാക്കിഷ് വാട്ടറിലൊക്കെ കാണുന്നുണ്ട്. ദെൻ ദേ പൊസസ് പിഗ്മെൻറ്റ് ആർ ഫൈക്കോഎറിത്രിൻ വിത്ത് അതർ പിഗ്മെൻറ്റ്സ് ക്ലോറോഫിൽ എ ആൻഡ് ടി. അപ്പോൾ മൂന്നിലും ക്ലോറോഫിൽ കാണുന്നുണ്ട്, പക്ഷേ ക്ലോറോഫിലിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് ആണ് കാണുന്നത്. അതേപോലെ തന്നെ ഇതിൻ്റെ ചീഫ് പിഗ്മെൻ്റാണ് ആർ ഫൈക്കോഎറിത്രിൻ. അതാണ് ഇതിനെന്ത് കളർ കൊടുക്കുന്നത്? റെഡ് കളർ കൊടുക്കുന്നത്. ദെൻ ദേ ആർ മൾട്ടി സെല്ലുലാർ, സം ഓഫ് ദെം ഹാവ് കോംപ്ലെക്സ് ബോഡി ഓർഗനൈസേഷൻ. മൾട്ടി സെല്ലുലാർ ആണ്, യൂണിസെല്ലുലാർ ആയിട്ടുള്ളതൊന്നും തന്നെ ഇതിൽ കാണുന്നില്ല. അതേപോലെ കോംപ്ലെക്സ് ആണ്, കുറേ കൂടി കോംപ്ലെക്സ് ആണ് അല്ലേ. അപ്പോൾ ക്ലോറോഫൈസിയ എന്ന് നമുക്കൊരു ഗ്രഡേഷനാണ് കാണുന്നത്. ക്ലോറോഫൈസിയ എന്ന് പറയുന്നത് ആൽഗെ എന്ന് പറയുന്നത് തന്നെ പ്രിമിറ്റീവ് ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് ആണ്.
അതിലേറ്റവും പ്രിമിറ്റീവായിട്ട് വരുന്നതാണ് ക്ലോറോഫൈസിയെ. പിന്നെ ഫിയോഫൈസിയെ അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്നതാണ് റോഡോഫൈസിയെ. ദെൻ ദ ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. ഫ്ലോറീഡിയൻ സ്റ്റാർച്ച് എന്ന് പറയട്ടെ അല്ലെ. ക്ലോറോഫൈസിയിൽ സ്റ്റാർച്ച് ആയിരുന്നു, ഫയോഫൈസിയിൽ ലാമിനാറിൻ ഓർ മാനിറ്റോൾ ആയിരുന്നു. ഇവിടെ വരുമ്പോൾ അതെന്തായി? ഫ്ലോറീഡിയൻ സ്റ്റാർച്ചായി അല്ലേ. നമ്മൾ ഇതിനെ ഇങ്ങനെ മൂന്ന് ഗ്രൂപ്പാക്കി തിരിച്ചത് തന്നെ ബേസ്ഡ് ഓൺ ദി റിസർവ് ഫുഡും അതേപോലെ തന്നെ പിഗ്മെൻറ്റിനെയും അനുസരിച്ചിട്ടാണ് അല്ലേ. അപ്പം ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെയോ വെജിറ്റേറ്റീവ് റീപ്രൊഡക്ഷൻ എല്ലാത്തിലും ഉള്ളതുപോലെ തന്നെ ഫ്രാഗ്മെൻറ്റേഷൻ, അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ബൈ നോൺ മോട്ടൈൽ സ്പോർസ്. ബാക്കി രണ്ടിലും നമ്മൾ മോട്ടൈൽ സ്പോർസ് ആയിരുന്നു കണ്ടത്. ഇവിടെ അസെക്ഷുവൽ റീപ്രൊഡക്ഷൻ ത്രൂ നോൺ മോട്ടൈൽ സ്പോർസ് and sexual reproduction is oogamous, advanced type of sexual reproduction seen in this. Then gametes are non-motile. Gametes in the pratyekada non-motile aanu. Then example Polysiphonia, Porphyra, Gracilaria, Gelidium. Polysiphonia, Porphyra, Gracilaria, Gelidium എല്ലാം എക്കണോമിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആൽഗയാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ആൽഗകളാണ് ഇതിൽ കൂടുതലായിട്ട് കാണുന്നത്. They are seen in red color, so known as red algae. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഈ മൂന്ന് ഗ്രൂപ്പിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. ക്ലോറോഫൈസിയെ, ഫിയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. നമുക്കിനി അതിൻ്റെ ഒരു കമ്പാരിസൺ ചാർട്ട് നോക്കാം. ഡിവിഷൻസ് ഓഫ് ആൽഗെ ആൻഡ് ദെയർ മെയിൻ ക്യാരക്ടറിസ്റ്റിക്സ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണിത്. അപ്പോൾ ഇവിടെ 3 ക്ലാസ്സസ് ഓഫ് ആൽഗെ നമുക്ക് കാണാം. ക്ലോറോഫൈസിയെ, ഫയോഫൈസിയെ ആൻഡ് റോഡോഫൈസിയെ. കോമൺ നെയിം എന്താണ്? ക്ലോറോഫൈസിയെ ഗ്രീൻ ആൽഗെ അല്ലേ, ഗ്രീൻ കളർ. Then Phaeophyceae brown algae, Rhodophyceae red algae. Major pigments ക്ലോറോഫൈസിയിൽ ക്ലോറോഫിൽ മാത്രമാണ് മേജറായിട്ട് വരുന്നത് അല്ലേ. സാന്തോഫിൽ കാണുന്നുണ്ട് എങ്കിലും ക്ലോറോഫിൽ മേജറായി കാണുന്നത് കൊണ്ട് തന്നെയാണ് അതിന് ഗ്രീൻ കളർ ആയത് അല്ലേ. ദെൻ ക്ലോറോഫിൽ എ, സി ആൻഡ് ഫ്യൂക്കോസാന്തിൻ അല്ലേ. ഫ്യൂക്കോസാന്തിൻ ആണ് ഏതിൽ കാണുന്നത്? ബ്രൗൺ ആൽഗയിൽ കാണുന്നത്. ക്ലോറോഫിൽ എ, ഡി ആൻഡ് ഫൈക്കോ എറിത്രിൻ ആണ് റോഡോഫൈസിയിൽ കാണുന്നത്. ദെൻ ഫുഡ് സ്റ്റാർച്ച്, ക്ലോറോഫൈസിയൽ സ്റ്റാർച്ച്, ഫയോഫൈസിയൽ മാനിറ്റോൾ ആൻഡ് ലാമിനാറിൻ, റോഡോഫൈസിയൽ ഫ്ലോറീഡിയൻ സ്റ്റാർച്ച്. പിന്നെ ഇവിടെ സെൽ വാളിനെ കുറിച്ച് പറയുന്നുണ്ട്. അത്രത്തോളം ഇമ്പോർട്ടൻ്റ് അല്ല. ബാക്കി 3 കാര്യങ്ങൾ നമ്മൾ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫീച്ചേഴ്സാണ്. ഇത് സെൽ വാളിൽ സെല്ലുലോസിക്കാണ് ക്ലോറോഫൈസിയൽ. സെല്ലുലോസും ആൽജിനും കൂടിയിട്ടാണ് ഫയോഫൈസിയൽ. സെല്ലുലോസ്, പെക്റ്റിൻ ആൻഡ് പോളിസൾഫേറ്റ് എസ്റ്റേഴ്സ് കൂടിയിട്ടാണ് റോഡോഫൈസിയൽ. അതേപോലെ തന്നെ ഫ്ലജല്ലയുടെ ഇത് 2 to 8 ഒന്നിൽ 2 അല്ലെങ്കിൽ റോഡോഫൈസിയൽ ആബ്സെൻ്റ് ആണ്. ഓക്കെ, ഹാബിറ്റാറ്റ് നമ്മൾ പറഞ്ഞു ഫ്രഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലും കാണുന്നുണ്ട്. ആദ്യത്തേത്. രണ്ടാമത്തേത് ഫ്രഷ് വാട്ടറും ബ്രാക്കിഷ് വാട്ടറിലും. മൂന്നാമത്തേത് ബ്രാക്കിഷ് വാട്ടറിലും സോൾട്ട് വാട്ടറിലാണ് മോസ്റ്റ്. മറ്റേത് രണ്ടും സ്വമ്മും റാറും ആണ് അല്ലേ. അതായത് ഫിയോഫൈസിയയിൽ നമ്മൾ പറഞ്ഞത് എല്ലാം ഒരു ഫയോഫൈസിയും റോഡോഫൈസിയും മറൈനിലാണ് കാണുന്നതെന്നാണ് പറഞ്ഞത്. പക്ഷേ ഇവിടെ ഫ്രഷ് വാട്ടർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഫ്രഷ് വാട്ടറിൽ റയർ കണ്ടീഷൻ, അതേപോലെ ഇവിടെയും റയർ കണ്ടീഷനാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദ റോഡോഫൈസിയെ ആൻഡ് ഫിയോഫൈസിയെ മെമ്പേഴ്സ് ആർ സീൻ ഇൻ മറൈൻ വാട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു 3 ക്ലാസ്സിനെ കുറിച്ചിട്ടും 3 ക്ലാസ്സസ് ഓഫ് ആൽഗെ. അപ്പം എല്ലാ എക്സാമ്പിൾസും അതേപോലെ തന്നെ മെയിൻ പോയിൻറ്റ്സും ഒക്കെ പഠിക്കുക. ഇമ്പോർട്ടൻസ് ഓഫ് ആൽഗെ, ഇറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതും പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.